നമ്മളെ മീനെ പിടിക്കണ പറക്കും തളികയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 20 രൂപയുടെ വെള്ളക്കുപ്പിയും കുറച്ച് മൈദപ്പൊടിയും വെച്ച് മാലാന എങ്ങനെ പിടിക്കാന്നുള്ളത് നമുക്ക് നോക്കാം. ഇതുപോലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ നമ്മുടെ സ്റ്റൈലിൽ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെ രണ്ട് സൈഡിൽ വെയിറ്റിന് എന്തെങ്കിലും വെക്കണം. ഏറ്റവും അടിഭാഗത്ത് കുപ്പിയുടെ സ്ഥലത്ത് ഓട്ടിടരുത്, ബിക്കോസ് അവിടെ മൈദപ്പൊടി ഇടുമ്പോൾ അത് വെള്ളത്തിലൂടെ അലിഞ്ഞ് പുറത്ത് പോകാതിരിക്കാനാണ്. പിന്നെ അതിൻ്റെ പകുതിക്ക് മേലത്തെ ഭാഗത്തേക്ക് ഫുള്ള് ഓട്ടായിരിക്കണം, എന്നാലേ ഇതുപോലെ നമ്മൾ വെള്ളത്തിലിടുമ്പം വെള്ളം കയറിയിട്ട് താഴത്തേക്ക് പോകും. പിന്നെ ഞാൻ മുറിച്ചത് കുറച്ച് കുറഞ്ഞു പോയി, അതിൻ്റെ കുറച്ചും കൂടെ വായ് ഭാഗത്തേക്കാണ്, കുറച്ചും കൂടെ നീളത്തിലാണ് മുറിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് മീൻ പിടുത്തത്തിലേക്ക് കിടക്കാം. നമ്മൾ 2 കുപ്പിയാണ് കേട്ടോ ഇന്ന് മീൻ പിടിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അതിൽ മൈദപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ 2 സ്ഥലത്തായിട്ട് അത് വെച്ചിട്ടുണ്ട്. തടുക്കണ വലയായിട്ട് മീൻ പിടിക്കാൻ പോണ ഒരു തോണിക്കാരനാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഇനി നമുക്ക് 2 മിനിറ്റ് നേരം റെസ്റ്റ് എടുക്കാം. അതിനുശേഷം നമുക്ക് ഇട്ട കുപ്പി വലിച്ചു നോക്കാം. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ഈ മീന് ഈ കുപ്പിയിൽ എങ്ങനെയാണ് നിൽക്കണേ എന്നുള്ളത്. മാലാൻ്റെ പ്രത്യേകത അതിന് മുന്നോട്ട് പോകാനേ അറിയും, അതിന് റിവേഴ്സ് ഗിയറില്ല എന്നറിയും. അപ്പോൾ അതുകൊണ്ട് ആ കുപ്പിയിൽ തന്നെ അത് കുടുങ്ങി കിടക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ കുപ്പീൻ്റെ വീതി കുറവായതുകൊണ്ട് അതിന് വളഞ്ഞ് തിരിച്ചു പോകാനും കഴിയില്ല, റിവേഴ്സ് വരാനും കഴിയില്ല. അപ്പൊ ഞങ്ങള് മീൻപിടുത്തത്തിന്റെ ഇടയിൽ ചെറിയൊരു ഗെയിം നടത്താൻ തീരുമാനിച്ചു. ഞാനുണ്ട് കേട്ടോ. ഒന്നിലൊന്ന്, 2-ല് 1, 3-ല് 1, 4-ല് 1, 4-ല് 2, 5-ല് 3. ഇന്നത്തെ മീൻപിടുത്തത്തിലെ ഏറ്റവും നല്ല ഷോട്ടാണിത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോട്ടാണിത്. അപ്പം നിങ്ങൾക്കും ഈ ഷോട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബിരിയാണി ബിരിയാണി അതിന്റെ വാല് പിടിച്ചു നോക്കട്ടെ. വാല് പിടിച്ചു നോക്കണം, എന്നാലൊരു നാലടിച്ച കിട്ടുമോ? തല പിടിച്ച് വെക്കാനും കഴിയില്ല. ഞാൻ അങ്ങനെ ഇട്ടുതരാം. നമ്മള് ഇതൊന്ന് പോണു തലക്ക് പിടിച്ച് ഗൈസ് മീൻ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്ലിംഗ് ഷോട്ടും പരീക്ഷിക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ ആ ഞണ്ട് നമുക്ക് കിട്ടിയില്ല. പാരുണ്ടല്ലോ, പാരുണ്ട്. മാല പുരാതന കാലം മുതലേ മനുഷ്യൻ ശീലിച്ചു വന്ന ഒരു സർവൈവൽ സ്കില്ലാണ് ഫിഷിംഗ്. പുതിയ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുകയും ഇന്നും അത് തുടർന്നു കൊണ്ടുപോരുകയും ചെയ്യുന്ന നമ്മൾ തന്നെയാണ് യഥാർത്ഥ ഹീറോസ്.